പിന്നില്ലേ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പണ്ട് എനിക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോവാത്ത പള്ളികൾ, പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ വിസ കിട്ടി, ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇതോടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പക്ഷേ അത് വെറും വിചാരം മാത്രമായിരുന്നു. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അബ്രോഡ് സ്റ്റഡിയുടെ കൂടെ ബോണസ് ആയിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നല്ലേ, ഈ ലോൺലിനെസ്, ഡിപ്രഷൻ, ഹോം സിക്നസ്, സ്ലീപ്ലെസ് നൈറ്റ്, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഫസ്റ്റത്തെ ഒരു 3 months അതൊരു ഫെയറി പോലെ ആയിരിക്കും, ഒരു ഇമാജിനേഷൻ വേൾഡിൽ നമ്മൾ നിൽക്കുന്ന പോലെ. ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര ഹാപ്പിനെസ്സും, അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ. ആഫ്റ്റർ ദാറ്റ് ദ റിയാലിറ്റി വിൽ ഹിറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനാണ് ഇത്ര ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ പഠിക്കാൻ വന്നത്, ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇങ്ങനെ ചിന്തിക്കാത്ത ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് പോലും ഉണ്ടാവും എനിക്ക് തോന്നില്ല കേട്ടോ. നാട്ടിലുള്ള സമയത്ത് പഠിക്കുന്ന റെസ്പോൺസിബിലിറ്റി മാത്രം നേരം നമ്മൾ ഇവിടെ വന്ന് റിയൽ ലൈഫ് എന്താണെന്ന് പഠിക്കും, അല്ല പഠിച്ചു പോകും സത്യം പറഞ്ഞാൽ. പിന്നെ ഈ സങ്കടം വിഷമൊക്കെ നമ്മൾ ആരോടും പറയാൻ പോയാലോ, അപ്പം അവരുടെ ചോദ്യം ഉണ്ടാവും, നിനക്കല്ലാതെ പുറത്തു പോയി പഠിക്കാൻ മുട്ടുന്നതെന്ന്. പണ്ട് ആരോ പറഞ്ഞ പോലെ, മാങ്ങയുടെ അണ്ടിയോട് അടുക്കുമ്പോഴല്ലേ അതിന് പുളി അറിയാൻ പറ്റൂ.